മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കുറച്ച് നാളായി എനിക്ക് പനിയായിരുന്നു, ചുമയായിരുന്നു, പിന്നീട് കുറച്ച് സ്കൂളിലെ നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്രോബോയ് എന്ന് പറയുന്ന പാഠത്തിലെ 6ാം ക്ലാസ്സിലെ ആക്ടിവിറ്റീസാണ്. ഇങ്ങനെ നമ്മൾ പാഠത്തിൻ്റെ ഓർഡർ വൈസ് അല്ല, തോന്നുന്നത് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും പാഠത്തിൻ്റെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി. ഈ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ 6ലെ ഏതെങ്കിലും എന്തായാലും നമ്മൾ ഇതുവരെ പഠിച്ച ഏതെങ്കിലും ഒരു പാഠഭാഗത്ത് നിന്ന്, ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗത്ത് നിന്നും എന്ത് വരുമായിരുന്നു, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും ഒരു ക്യാരക്ടർ സ്കെച്ച് കാണും. അപ്പം അതെന്തായിരുന്നാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിബിയുടെയാണ്. ഷിബിയുടെ മാത്രമല്ല, ചിലപ്പോൾ 7ന്നാണെങ്കിൽ ടോട്ടോഷാൻ്റെതും 5ന്നാണെങ്കിൽ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ പേരെല്ലാം മറന്നുപോയ ആളുകളെയൊക്കെ മറ്റേ ആദ്യത്തെ ആ റാക്കൂൺ ഉണ്ടല്ലോ, ആ റാക്കൂണിൻ്റെ പേര് മറന്നുപോയി, ആ റാക്കൂണിൻ്റെ ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഓക്കെ, 5ന്നാണെങ്കിൽ ഇത് 6ൻ്റെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 5ൻ്റെ നമുക്ക് വഴിയേ ചെയ്യാം. നോക്കാം. ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ താരോ യാഷിമ. എന്താണ് ദ സ്റ്റോറി? ക്രോബോയ് ഈസ് റിട്ടൺ ബൈ ദിസ് സ്റ്റോറി എന്ന് എഴുതുന്നതിന് പകരം ദ സ്റ്റോറി എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. ദ സ്റ്റോറി എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ക്രോബോയ് എന്ന് കൊടുക്കാം. നമ്മൾ ഈ ക്രോബോയ് എന്നൊക്കെ പാഠത്തിൻ്റെ പേര്, കവിതയുടെ പേര് ഒക്കെ എഴുതുമ്പോൾ ഇൻവേർട്ടഡ് കോമ ഇടണം. അത് മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ ഇൻവേർട്ടഡ് കോമ ഇടണം. കാരണം അത് അവിടെ അങ്ങനെ സൂചിപ്പിച്ചിരിക്കുമല്ലേ, ഇന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ, അപ്പോൾ അത് അവിടെ ഇൻവേർട്ടഡ് കോമയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കാം. ഓക്കെ, ക്രോബോയ് ഈസ് റിട്ടൺ ബൈ, ഇതല്ലെങ്കിൽ ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ, അല്ലെങ്കിൽ ദിസ് സ്റ്റോറി ക്രോബോയ് എന്നും കൂടെ ആ ഒരു കഥയുടെ പേരും കൂടെ ചേർത്താൽ അത്രയും നല്ലത്. ദി സ്റ്റോറി ക്രോബോയ് ഈസ് റിട്ടൺ ബൈ താരോ യാഷിമ. അപ്പം താരോ യാഷിമ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് ഈ കഥ രചിച്ചത്. ഈ കഥ രചിച്ചത് ആരാണ്? താരോ യാഷിമ. ഈ കഥ എഴുതിയ ആളുടെയൊക്കെ പേര് നമ്മൾ എന്തായിരുന്നാലും എല്ലാ മലയാളവും ഇംഗ്ലീഷും എന്തിലായിക്കോട്ടെ കഥ എഴുതിയത്, കഥയോ കവിതയോ എഴുതിയത് ആരാണെന്ന് നോക്കുക. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിലും ആ ഫസ്റ്റ് സെന്റൻസ് അത് തന്നെ എഴുതാം. The main character in the story is Chibi, a dark small boy. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു പേഴ്സണിഫിക്കേഷൻ തരുന്നുണ്ട്, അതായത് അയാളെ പറ്റിയിട്ട് പറയുവാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണ് ദ മെയിൻ ക്യാരക്ടർ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചിബി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, അതായത് നേരെ തിരിച്ചും എഴുതാം. ചിബി എന്ന് പറയുന്ന പേര് ആദ്യം കൊണ്ട് എഴുതാം. ചിബി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, അതായത് ഈ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്, പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. ക്യാരക്ടർ മീൻസ് കഥാപാത്രമാണ് ചിബി എന്ന് പറയുന്നത്. അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ എ ഡാർക്ക് സ്മോൾ ബോയ്, ഇതൊരു പേഴ്സണിഫിക്കേഷൻ ആണ്. പേഴ്സണിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ബേസിക് ഗ്രാമർ, പൊയറ്റിക് ഡിവൈസസ് ആണത്. ഓക്കെ, അപ്പോൾ പേഴ്സണിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത. ഓക്കെ, പ്രത്യേകത, ആ കുട്ടിയെ പറ്റിയിട്ട് നമ്മൾ പറയുക, വിവരിക്കുക, അവരുടെ സ്വഭാവ സവിശേഷത. അതിലൊന്നാണ് എ ഡാർക്ക് സ്മോൾ ബോയ്, ഒരു കറുത്തിരുണ്ട കുഞ്ഞു കുട്ടി. അതാണ് സ്മോൾ ബോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ കുട്ടി. The other students nicknamed him as Chibi, which means small. Okay, അപ്പോൾ ചിബിയുടെ മീനിങ്ങും ഇവിടെ പറയുന്നത്, അവൻ്റെ പേര് ആരാണ്? കുട്ടികളാണ്. അവന് എന്ത് ചെയ്തത്? ഇരട്ട പേര്, ചിബി എന്ന് ഇരട്ട പേരിട്ടത്. അത് കൊച്ചു കുട്ടിയായുണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്? ചെറുത് എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹി വാസ് ആൻ ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ളത്, അതായത് ആരോടും അധികം എന്തുവാ പറയുക, അധികം ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തത്, അധികമായിട്ടൊരു ബന്ധമായിട്ട് അധികമായിട്ട് മിണ്ടാതെ
ഒരു സൈലന്റ് കുട്ടി എന്ന് നമുക്ക് പറയാം, ഊമകളെ പോലെ. പക്ഷെ ഊമയല്ല, സംസാരിക്കും, പക്ഷേ എന്ത് ചെയ്യില്ല, വലുതായിട്ട് എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ടൊന്നും നിൽക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഹി നെവർ ടോക്ക്ഡ് ടു എനിവൺ. കണ്ടോ, ഇവിടെ പറയുന്നതുണ്ടോ, അവൻ ആരോടും സംസാരിക്കാറില്ല. നെവർ ടോക്ക്ഡ് എന്നാണ് പറയുന്നത്. നെവർ എവിടെ വന്നു കഴിഞ്ഞാലും ആരോടും, അല്ലെങ്കിൽ ഇല്ല എന്നതാണ് അവിടെ അർത്ഥം. നെവർ, ഇല്ല, ഒരിക്കലും. ഹി നെവർ ടോക്ക്ഡ് ടു എനിവൺ. അവൻ ആരോടും സംസാരിക്കാറില്ല. ഹി ഓൾവേസ് he always sat in the back bench. അവൻ ഏറ്റവും പുറകിലത്തെ ഒരു ബെഞ്ചിൽ പോയിട്ടാ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു എന്താണ്, അവന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. അവൻ ഏറ്റവും പുറകിൽ പോയിരുന്നു കഴിഞ്ഞാൽ അത് അവന്റെ ഒരു ശാരീരികമായിട്ടുള്ളതല്ല, അവന്റെ സ്വഭാവങ്ങളിൽ പെട്ടുന്ന ഒന്നാണ് ഹി ഓൾവേസ് സാറ്റ് ഓൺ ദ ബാക്ക് ബെഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹി ലവ്സ് ടു വാച്ച് ഒബ്സർവ് എവറിത്തിങ് അറൗണ്ട് ഹിം. ഓക്കെ, എന്താണ്, അവന്റെ ചുറ്റിനുമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഒബ്സർവ് മീൻസ് അറിയാമല്ലോ, നിരീക്ഷണം. നിങ്ങൾക്ക് ഇങ്ങനെ സയൻസിലൊക്കെ എക്സ്പെരിമെന്റ് ഇതിൽ പറയും, നൗ ഒബ്സർവ് യുവർ ഒപ്പീനിയൻ എന്നൊക്കെ പറയും. നൗ ഒബ്സർവ് എന്ന് പറയും, റൈറ്റ് യുവർ ഒബ്സർവേഷൻ, ഓക്കെ എന്നൊക്കെ പറയൂലേ. നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. നിങ്ങൾ നിരീക്ഷണത്തിൽ എന്താണ് കണ്ടത്? വാട്ട് ഡു യു സീ ഇൻ ദ ഒബ്സർവ്? വാട്ട് ഡു യു സീ വെൻ യു ഒബ്സർവ്? ഞാൻ ഇംഗ്ലീഷിൽ വലിയ PhD ഒന്നും അല്ല. ഓക്കെ, അപ്പം നോക്കാം. ഇനി he could hold and watch insects with his hand. അതും അവിടെ അവന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് പറയുന്നത്. എന്താണ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ്? അവൻ എപ്പോഴും അവന്റെ കയ്യിൽ എന്ത് ചെയ്യും, ഓരോരോ കൊച്ചു ഇതിപ്പോ ഒരു ജീവിയാണെന്ന് വെക്കുക. ഓക്കെ, ഇതിപ്പോ ഒരു ജീവിയാണെന്ന് വെക്കുക. ഓക്കെ, കറുത്ത പക്ഷിയാണ്. ആ ഒരു എന്തെങ്കിലും ഒരു ഇൻസെക്റ്റിനെ, ഒരു ചെറിയ പ്രാണീനെ പിടിച്ച് അതിനെ എപ്പോഴും നോക്കി അതിനെയും കൈ വെച്ച് തടവിക്കൊണ്ടിരിക്കും. നമ്മൾ പൂച്ചകളൊക്കെ എടുത്ത് വെച്ച് തടവണ പോലെ, പൂച്ചേനെയും പട്ടിനെയും വിത്ത് ഹിസ് ഹാൻഡ്, അവന്റെ കൈകൾ കൊണ്ട്. ഹി വാസ് ഫ്രം എ പൂർ ഫാമിലിയാണ്. അവനൊരു വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പൂവർ ഫാമിലി. അത് അവന്റെ ഒരു സ്വഭാവ സവിശേഷതയല്ല. അവൻ എവിടെ നിന്നാണ്, നമ്മളിങ്ങനെ മൈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന പോലെ എന്താ, അവന്റെ ഒരു സെൽഫ് പറയാണ്, ഹിസ് സെൽഫ്, അവന്റെ സെൽഫ് പറയുവാണ്. അവരൊരു പൂവർ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ കവിയുടെ ഒക്കെ ചെറിയ ജീവചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇദ്ദേഹം ഇന്ന ആളുടെ മകനാണ്, ഇന്ന പോലെയാണ്, ഇന്നിടത്താണ് ജനിച്ചത്, ഇന്ന പോലെയാണ്, ഇന്ന ഫാമിലി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇന്ന. നെക്സ്റ്റ്, ഹിസ് ലഞ്ച് ഈസ് ഓൾവേസ് ദി സെയിം. അവന്റെ ലഞ്ച് എല്ലായ്പ്പോഴും സെയിം ആണ്. അതും അവന്റെ ഒരു എന്താണ്, അത് അവന്റെ ഒരു പെർസണിഫിക്കേഷൻ എന്ന് തന്നെ പറയാം. ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ, ശാരീരികമല്ല. സോ അവൻ ലഞ്ച് എന്നും ഒന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നോക്കാം. അതുകൊണ്ടാണ് അവനെ എങ്ങനെ പാവപ്പെട്ടത് എന്നുള്ളതിൽ വിശ്വസിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ ലഞ്ച് ഉണ്ടായ എങ്ങനെ പാവപ്പെട്ടതാ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നും ദോശയാണല്ലോ കൊണ്ടുപോകണം. ഓക്കെ, അപ്പം അങ്ങനെയല്ല ഗൈസ്, എന്നെ മിക്കപ്പോഴും ദോശ തന്നെയാണ് കൊണ്ടുപോകാറ്. കാരണം എൻ്റെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ എളുപ്പം അതാണ്. നെക്സ്റ്റ്, all the things changed. He understand that Chibi have an amazing skill of imitating animals and birds. Sorry, ഇവിടെ നോക്കുക. He was never absent in the class. അതിന് മുമ്പ് ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും ക്ലാസ്സിലൊന്നും ആബ്സെന്റ് ആകാറില്ല. ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ, കാരണം 10 മിനിറ്റ് മതി. ഓക്കെ, നെക്സ്റ്റ്, ക്ലാസ്സിൽ ആബ്സെന്റ് ആവാറില്ല. When a new teacher, Mr. Izop, arrived in the school. പുതിയൊരു ക്ലാസ് ടീച്ചർ അവർക്ക് കിട്ടി. ഇസോബ് എന്നാണ് പേര്. ഓക്കെ, all the things changed. എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. he understood വേണം എന്നില്ല, കാരണം all understood എന്നാക്കിക്കോളുക. കാരണം ഇവിടെ ഹി എന്നുള്ള മീനിങ് ചിലപ്പോൾ എന്ത് ചെയ്യും, ബാക്കി ടീച്ചർമാർ നമുക്കറിയായിരിക്കും നമ്മൾ ആ ഇസോബിനെ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ബാക്കി ടീച്ചർമാർ ഹി എന്നുള്ളത് കൊണ്ട് ചിബിനെ വിശേഷിപ്പിക്കും.
ഓക്കെ, ചിബിനെ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ദ ടീച്ചർ എന്ന് കൊടുക്കുക. The teacher understand that Chibi have an amazing skill of imitating animals and birds. സൗണ്ട് ആണ് ഇത്. ഇവിടെ സൗണ്ട് ഉണ്ട്. എന്താണ്, ആ ടീച്ചർക്ക് മനസ്സിലായി ചിബിക്ക് ആനിമൽസ്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാനുള്ള വലിയൊരു കഴിവുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇൻ ദ സ്കൂൾ ടാലന്റ് ഷോ ചിബി പെർഫോംഡ് വെൽ. എന്താണ്, ടാലന്റ് ഷോയിൽ ചിബി എന്ത് ചെയ്തു, വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പെർഫോം മീൻസ് ഇത് അവതരിപ്പിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹി ഇമിറ്റേറ്റ് ദ സൗണ്ട് ഓഫ് ക്രോസ്. അവൻ ക്രോസ്, കാക്കകളുടെ ശബ്ദമാണ് മെയിനായിട്ട് ഇമിറ്റേറ്റ് ചെയ്തത്. All of the students were excited. സ്റ്റുഡൻസ് എന്ന് പറയും, സ്റ്റുഡൻസ് എന്ന് പറയും. ഓക്കെ, എല്ലാ കുട്ടികളും, ആ വേദിയിലിരുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്തു, ആശ്ചര്യപ്പെട്ടു. എക്സൈറ്റഡ് മീൻസ് വളരെയധികം ആഹ്ലാദിച്ചു എന്നൊക്കെ വരും. ആഹ്ലാദം മീൻസ് നമ്മൾക്ക് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്, ഇവൻ എന്തിനീ സംസാരിക്കുമോ, ഇവന് വായ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ട് കയറി സംസാരിക്കുന്നു പോലെ. From his surroundings. ചിബിക്ക് ഇത് അവന്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. We never judge a book by its cover. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഓക്കെ, നമ്മളതിൻ്റെ ആ ഒരു ബുക്കിന്റെ അകത്തുള്ളതും കൂടെ നോക്കിയിട്ട് വേണം അതിനെ എന്ത് ചെയ്യാൻ, കളിയാക്കാൻ. അതിന്റെ കവർ ഇച്ചിരി കീറിപ്പോയെന്നും പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഇൻഫോർമേഷൻ എന്തെങ്കിലും കുറവ് വരുമോ? അതുപോലെ തന്നെയാണ് ഇവിടെ. ചിബി ഒരു കുഞ്ഞു കുട്ടിയാണ്, അവനൊരു ഇൻട്രോവേർട്ട് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്ന അവനങ്ങനെ ഇരിക്കല്ലേ ഉള്ളൂ. അവനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോറൽ കൊണ്ട്. ഇതൊരു പഴഞ്ചൊല്ലാണ്, നെവർ ജഡ്ജ്. അത് മുതൽ ഇതുവരെ ഒരു വലിയ പഴഞ്ചൊല്ലാണ്, അത് വളരെ പ്രശസ്തമായ പഴഞ്ചൊല്ലാണ്. ഓക്കെ, ചിബി വാസ് വണ്ടർഫുൾ. ചിബി ഒരു അമേസിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു കുട്ടിയാണ്. The students loudly called him Crowboy. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു, പക്ഷേ അവന്റെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും അപ്പോൾ അവനെ വളരെ സ്നേഹത്തോടെ ക്രോബോയ് എന്താണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ.